സൂപ്പർ. ഇപ്പം കുട്ടികളൊക്കെ കണ്ടിരിക്കേണ്ട പടമാണ്. ഒരു ഫാമിലി മൂവിയാണ്. ആ ഫാമിലി മൂവി. സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ആ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കണ്ടായിരുന്നു. അടിപൊളി സിനിമയാണ്. ലേഡീസും ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ഒരേപോലെ കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. ആക്ച്വലി ഇതിൽ പലരും കൊണ്ടുവരാൻ മടിക്കുന്ന ഒരു കണ്ടന്റാണ്, പക്ഷെ ഇത് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസും അടിപൊളിയാണ്. കമൽ സാറിൻ്റെ ഡയറക്ഷനെ പറ്റി പറയാൻ ഞാൻ ആളല്ല, പക്ഷേ അടിപൊളി മൂവിയാണ്. മസ്റ്റ് വാച്ച്. വളരെ മനോഹരമായിട്ട് എല്ലാവരും അഭിനയിച്ചിരിക്കുന്നു. ആരും കൈയടക്കാത്ത ഒരു സബ്ജക്റ്റ് ഡയറക്ടർ കമൽസ് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നു. ഏറ്റവും മനോഹരമായിട്ട് ഷൈൻ ടോം ചാക്കോ എൻ്റെ പെൺകുട്ടികളും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നു. പിന്നെ ഇത് ഒരു ജെൻഡർ ഇതായിട്ടുള്ള മൂവിയല്ല, ആണുങ്ങളും പെണ്ണുങ്ങളും കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെ. ഇല്ല, സ്ത്രീകൾക്ക് പ്രാധാന്യമുണ്ട്. ഇത് ഇപ്പോഴത്തെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾ വളരെ കുറവാണല്ലോ മുന്നോട്ട്. പക്ഷേ ഈ സിനിമയിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ എന്നുവെച്ചാൽ ഇന്നത്തെ ജനറേഷൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. നല്ലൊരു മൂവി, വളരെ മനോഹരമായിട്ട് സമയം പോയാൽ അറിയില്ല. അടിപൊളി പടം, അടിപൊളി, സൂപ്പർ. ഷൈൻ നന്നായിട്ട് ഷൈൻ ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഷൈൻ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നന്നായി എല്ലാവരും പൊതുവെ എല്ലാവരും നന്നായിട്ട്. നല്ലൊരു പാടമാണ്, നല്ലൊരു പടം. ഫാമിലി മൂവി അടിപൊളി. ഇനി ഭർത്താവും കൂടിയായിട്ട് വരുന്നുണ്ട് ഞങ്ങൾ കാണാൻ. ശരി, ഓക്കെ. ഒരു വെറൈറ്റി വൈറൽ. നമ്മൾ ആ പേരിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീൽ അല്ല, വേറെ എന്തോ ഒരു സംഭവമാണ്. കണ്ടു നല്ല അതെ, തീർച്ചയായും വുമണല്ല, ഇത് രണ്ടുപേരും ഫാമിലി സംഭവമാണ്. വിവേകാനന്ദൻ ഇന്ന് വൈറലാവും, രാത്രി ആകുമ്പോഴത്തേക്ക് വൈറലാവും. എന്താണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അങ്ങനെ ഒരു ടോപ്പിക്ക് ചെയ്തിട്ടില്ലല്ലോ, രസമുണ്ടല്ലോ. പിന്നെ ഷൈൻ ചേട്ടൻ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പം സിനിമ കണ്ടിട്ടുള്ള വൈറലാവുന്നത് നമുക്ക് ഇന്ന് രാത്രിയോ നാളെയൊക്കെയാണ് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ നല്ലൊരു പ്രതീക്ഷയുണ്ട്. കാരണം സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ആൻഡ് സ്ത്രീകളുടെ പെർസ്പെക്റ്റീവിൽ സംസാരിച്ച ഒരു കാര്യമായതുകൊണ്ട് മേ ബി സ്ത്രീകൾക്ക് ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇപ്പം എന്തായാലും ഒന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള റെസ്പോൺസ് കേൾക്കാൻ വെയിറ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ നമ്മളൊന്നും പ്രത്യേകിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല, എല്ലാം പ്രേക്ഷകർ തീരുമാനിക്കേണ്ടത്. അതെ, അതാ ഞാൻ പറഞ്ഞത്, സ്ത്രീകളുടെ പെർസ്പെക്റ്റീവിലുള്ളൊരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ കാണുമ്പോഴായിരിക്കുമല്ലോ അവർക്കും രണ്ടഭിപ്രായം ഉണ്ടാവും. അപ്പോൾ അതാണല്ലോ നമ്മൾ കേൾക്കേണ്ടത്. അല്ല, സാറിൻ്റെ മുന്നത്തെ സിനിമകളുടെ ഒരു പാറ്റേൺ അല്ല, കുറച്ചും കൂടി ഇപ്പോഴത്തെ രീതിയിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ് സാറ് ട്രൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ സാറിൻ്റെ സിനിമകളിൽ എപ്പോഴും ഒരു ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് ഉണ്ടാവും. അത് ഈ സിനിമയിലും ഡെഫിനറ്റ്ലി ഉണ്ട്.